മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്. ഓ, എത്ര അർത്ഥവത്തായ വരികൾ! എങ്ങനെ നന്നാവാതിരിക്കും? എഴുതിയത് MT അല്ലേ? എന്നും രാവിലെ ആപ്പീസിലോട്ട് കയറും മുമ്പേ ശിലാഫലകത്തിൽ കൊത്തിവെച്ചിരുന്ന ഈ ഭാഷാപ്രതിജ്ഞ വായിച്ച് ആവേശം കൊണ്ടായിരുന്നു ജോലി തുടങ്ങിയിരുന്നത്. ഇനി അതും നടക്കില്ല. എന്താ രാമൻ ചേട്ടാ രാവിലെ ഇരുന്ന് പിറുപിറുക്കുന്നത്? എന്തോ പറയാനാ ശങ്കര, മാറ്റങ്ങൾ പലതും ഉൾക്കൊള്ളാനാവുന്നില്ല. ഓഹോ, പഴമനസ്സിൻ്റെ പ്രശ്നങ്ങളാവും. അല്ല ചേട്ടാ, എന്താ ഇപ്പൊ പ്രശ്നം? ചേച്ചി എന്തെങ്കിലും കടുങ്കൈ? അതൊന്നുമല്ല. നമ്മുടെ ആപ്പീസ് കാമ്പൗണ്ടിലെ സ്ഥാപിച്ചിരുന്ന ഭാഷാ പ്രതിജ്ഞ ആലേഖനം ചെയ്ത ആ ശിലാഫലകം അതങ്ങ് പൊളിച്ചു മാറ്റി. എന്ത് ഭാഷ, എന്ത് പ്രതിജ്ഞ? അതുപോട്ടെ, ശങ്കരനെന്താ കക്ഷത്തിൽ ഒരു കെട്ട് പേപ്പറുമായിട്ട്? എന്തേലും അപേക്ഷ സമർപ്പിക്കാനുള്ള പുറപ്പാടാണോ? എന്തപേക്ഷ? ഇതെല്ലാം അന്യസംസ്ഥാനക്കാരുടെ ബയോഡേറ്റയാ ചേട്ടാ. ഞാനൊരു പുതിയൊരു ഏജൻസി അങ്ങ് തുടങ്ങി. അതെന്ത് ഏജൻസി? നമ്മുടെ നാട്ടിലിപ്പോൾ ഭയങ്കര ആൾക്ഷാമല്ലേ? ശരിയാ. പുറം പണിക്കൊക്കെ ഇപ്പോൾ അന്യസംസ്ഥാനക്കാർ തന്നെ വേണം എന്ന സ്ഥിതിയാ. അതാണ്, പുറം പണിക്ക് മാത്രമല്ല ചേട്ടാ, ഇപ്പോൾ അകമ്പണിക്കും അവർ തന്നെ ശരണം. മനസ്സിലായില്ല. അതൊക്കെ ഞാൻ മനസ്സിലാക്കി തരാം. ചേട്ടൻ ചോദിച്ചില്ലേ ഈ പേപ്പറൊക്കെ എന്തിനാണെന്ന്? ഇന്നെനിക്ക് 1 ഡസൻ അന്യസംസ്ഥാനക്കാരെ നമ്മുടെ കാരണവർക്ക് കൊടുക്കണം. അതും ഫാമിലി ആയിട്ട് തന്നെ വേണം. ഞാൻ ഈ ബയോഡേറ്റകളും പടവും കാരണവരെ അങ്ങ് കാണിക്കും. കാരണവർ അതിൽ നിന്ന് തിരഞ്ഞെടുക്കും. അതിനങ്ങേർക്ക് പറമ്പോ കൃഷിയോ ഒന്നുമില്ലല്ലോ, പിന്നെന്തിനാ? കക്ഷിയുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം അങ്ങ് വിദേശത്തല്ലേ. ബന്ധുക്കളും മിക്കവാറും വിദേശത്താ. വലിയ തറവാട്ടുകാരല്ലേ അവര്. പിന്നെ എല്ലാ വർഷവും അവരൊരു കുടുംബയോഗം നടത്തും. അതൊരു വലിയൊരു പ്രസ്റ്റേജ് ഇഷ്യൂ ആണ് ആ കുടുംബക്കാർക്ക്, പ്രത്യേകിച്ച് കാരണവർക്ക്. അതിനി അന്യസംസ്ഥാനക്കാരെ എന്തിനാ? ആ ദേഹെണ്ണത്തിനാണോ? അല്ലെന്ന്, കുടുംബക്കാരും സ്ഥലത്തില്ലാത്തത് കൊണ്ട് ഡമ്മിയായിട്ട് ഈ 12 അന്യസംസ്ഥാന കുടുംബങ്ങളെ കൂട്ടി കക്ഷി കുടുംബയോഗം നടത്തും. ബെസ്റ്റ്. കാലം മാറുമ്പം കോലം മാറണ്ട ചേട്ടാ. കാരണവർ ഈ 12 കുടുംബത്തെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കും. ഒരു കുടുംബയോഗത്തിൽ എങ്ങനെ പെരുമാറണം, എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ. എനിക്ക് കാരണവരൊരു കമ്മീഷൻ തരും, അന്യസംസ്ഥാനക്കാരും കമ്മീഷൻ തരും. അപ്പം എല്ലാവരും ഹാപ്പി. ബെസ്റ്റ് പരിപാടി. അത് തന്നെ ചേട്ടാ. നാട്ടിലിപ്പോൾ ചെറുപ്പക്കാരൊക്കെ എണ്ണത്തിൽ കുറവാ. സ്കൂളിലും കോളേജിലും ഒക്കെ നോക്കിക്കേ, പിള്ളേരും കുറവാ. ഉള്ളവർക്ക് തന്നെ ഇത്തരം ചടങ്ങുകൾക്കൊന്നും താല്പര്യമില്ല. ശരിയാ. ഇവിടെ ഒരുത്തനുണ്ട്, മൊബൈലിൽ നിന്ന് കണ്ണെടുക്കുന്നത് ചുരുക്കമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും കണ്ണ് മൊബൈലില്ല. എന്തു കാലമോ എന്തോ. ചേട്ടനൊരു കാര്യം അറിയാമോ? ഞാനേ ഇന്നലെ 150 പേരെ ഒരു ആശുപത്രിക്ക് സപ്ലൈ ചെയ്തു. ഈശ്വരാ, രോഗമില്ലാത്തവരെ അവർ ചികിത്സിക്കുമോ? ആശുപത്രിയിൽ ഒരു ഇൻസ്പെക്ഷൻ. 300 ബെഡുള്ള ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വരുമ്പോൾ 100 ബെഡിലെ ആൾക്കാരുള്ളൂവെങ്കിൽ പണി പാളിയില്ലേ? അതിന് ഞാനൊരു 150 പേരെ കൊടുത്തു. ടോട്ടൽ രോഗികളുടെ എണ്ണം 250. പരിശോധനയ്ക്ക് വന്നവർ ഹാപ്പി, ആശുപത്രിക്കാർ ഹാപ്പി, പിന്നെ ഞാനും ഹാപ്പി. എന്താ രോഗമെന്ന് പരിശോധനയ്ക്ക് വന്നവര് ഇവരോട് ചോദിച്ച കള്ളി വെളിച്ചത്താവില്ലേ? എൻ്റെ പൊന്ന് ചേട്ടാ, അതിനല്ലേ എൻ്റെ ട്രെയിനിങ്. രോഗവും ലക്ഷണവും ഒക്കെ ഞാൻ നേരത്തെ അങ്ങ് പറഞ്ഞു പഠിപ്പിക്കും. അപ്പോൾ പിന്നെ ഭാഷാപ്രതിജ്ഞ ഒത്തിയ ശിലാഫലകം പൊളിച്ചത് നന്നായി. എന്തിനാ ഒരു നോക്കുകുത്തി പോലെ അതിനെ അവിടെ നിർത്തിയിരിക്കുന്നത്? കറക്റ്റ്. നാടോടുമ്പോൾ നടുവേ ഓടണമെന്നല്ലേ? പിന്നണിയിൽ ബിജു കല്ലുവാതിക്കൽ, റെജു കോലിയക്കോട്. രചന ബിജു മാത്യു.